ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് ഫേംസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫേംസിൻ്റെ അസസ്മെൻറ്റ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. Partnership firms are governed by the provisions of the Indian Partnership Act 1932. Section 4 of the Act defines partnership as the relation between persons who have agreed to share the profit of a business carried on by all or any of them acting for all. The persons who have entered into partnership under the provisions of this Act are individually known as partners and they are collectively known as firm. അതായത് ഫേംസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്താണ് ഈ ഫേംസ്? ഫേംസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പാർട്ട്ണർഷിപ്പ് എന്നാണ്. ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളും പാർട്ട്ണർഷിപ്പ് ബേസിസിലാണ് നടന്നു പോകുന്നത്. ഇന്ത്യയിലെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ കോമൺ ഫോം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ +1 ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് എന്താണ്, എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഡീഡ്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമുള്ള പ്രൊവിഷൻസ് വഴിയാണ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ഗവൺ ചെയ്യുന്നത്. പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നത്. ആ ഒരു ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് carried on by all or any of them acting for all. അതായത് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ പേഴ്സൺസ് പരസ്പരം സമ്മതിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ബിസിനസ് നടത്തുന്നത് വഴി ലഭ്യമാകുന്ന ലാഭം അവർ തമ്മിൽ ഷെയർ ചെയ്ത് കൊള്ളാമെന്ന്, പങ്കുവെച്ച് കൊള്ളാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഈ ബിസിനസ് എങ്ങനെയാണ് ക്യാരി ചെയ്യുന്നത്? ക്യാരിഡ് ഓൺ ബൈ ഓൾ. ഒന്നെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അത് പ്രവർത്തിച്ച് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാം. ഓക്കെ, മറ്റുള്ളവർക്ക് എനി ഓഫ് ദം, ആർക്ക് വേണമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം. അതാണ് പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സൺസ് ഹു ഹാവ് എൻറ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇൻഡിവിജ്വലി പാർട്ട്നേഴ്സ് എന്നും മൊത്തത്തിൽ കളക്റ്റീവായിട്ട് ഫേം എന്നുമാണ് പറയുക. അപ്പം എന്താണ് ഫേം എന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷൻസ് ഫോർ അസസ്മെൻറ്റ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. So under Income Tax Act, the following conditions must be satisfied for the assessment of a firm. ഒരു ഫേമിൻ്റെ അസസ്മെൻറ്റ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇനി നമ്മൾ പറയുന്ന 6 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആവണം. ഒന്ന്, there must be a written partnership deed. ആ ഒരു ഫേമിൽ എഴുതപ്പെട്ടിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ അതൊരു എഗ്രിമെൻ്റ് ആണ്. ആ ഒരു എഗ്രിമെൻ്റ് എഴുതപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഓറലിയും ഉണ്ടാകാം. അങ്ങനെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാമാണ് ഡീഡിൽ ഉണ്ടാവുക. അതായത് നെയിം ഓഫ് ദ ഫേം, നെയിം ഓഫ് ദ പാർട്ട്നേഴ്സ്, നെയിം ഓഫ് അഡ്രസ്സസ് ഓഫ് ദ പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ എമൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനെ ആ ഒരു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീഡിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഡീഡിലും അത് റിട്ടൺ ഡീഡാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് ഒരു ഫേം അസസ്മെൻറ്റിന് വിധേയപ്പെടണമെങ്കിൽ അവിടെ ഒരു റിട്ടൺ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. ദെൻ ദ ഡീഡ് മസ്റ്റ് സ്പെസിഫൈ ദ ഷെയർസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ആ ഒരു ഡീഡിൽ ഓരോ പാർട്ട്നേഴ്സിനെയും ഷെയർസ് കൃത്യമായി സ്പെസിഫൈ ചെയ്തിരിക്കണം. തേർഡ് വൺ, എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് മസ്റ്റ് അക്കംപനി ദ റിട്ടേൺ ഓഫ് ഇൻകം ഓഫ് ദ ഫേം ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ ദ പാർട്ട്ണർഷിപ്പ് വാസ് ഫോം. പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു സമയത്ത് ഒരു സർട്ടിഫൈഡ് കോപ്പി ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അതിൻ്റെ കൂടെ, അതായത് ഇൻകം റിട്ടേൺ ഓഫ് ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്തിരിക്കണം? ഫയൽ ചെയ്തിരിക്കണം, അക്കംപനി ചെയ്തിരിക്കണം.
ഓക്കെ, സോ പ്രീവിയസ് ഇയറിലുള്ള ആ ഒരു പെർട്ടിക്കുലർ റിട്ടേൺ ഓഫ് ഇൻകം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി കൂടി എ കമ്പനി ചെയ്തിരിക്കണം. ഫോർത്ത് വൺ, if a change take place in the constitution of the firm or in the profit sharing ratio of partners, a certified copy of the revised partnership deed shall be submitted along with the return of income of the concerned previous year. ആ ഒരു കൺസേൺ പ്രീവിയസ് ഇയറിലുള്ള റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യുന്ന സമയത്ത്, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ ഒരു പെർട്ടിക്കുലർ ഫേമിൻ്റെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ഏതെങ്കിലും തരത്തിലൊരു റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുക, അഡ്മിഷനോ റിട്ടയർമെൻറ്റോ ഡെത്തോ എന്തെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിൻ്റെ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം ഉണ്ടാവുകയോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മാറ്റം വരുത്തുമല്ലോ, അതിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി എന്ത് ചെയ്തിരിക്കണം, റിട്ടേൺ ഓഫ് ഇൻകത്തിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഫിഫ്ത്ത് ആയിട്ട് പറയുന്നത്, ഇഫ് ദ ഫേം ഡസ് നോട്ട് കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ സെക്ഷൻ 184 ഫോർ ദ അസസ്മെൻറ്റ് ഇയർ, ദാറ്റ് ഫേം ഷാൽ ബി അസസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ ആസ് ഓൺ ദ AOP. അതായത് സെക്ഷൻ 184 പ്രകാരം ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രൊവിഷൻസ് ഫേം കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഫേമിന് പിന്നെ ഒരു AOP ആയിട്ടായിരിക്കും അസസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ദ ഫേം ഈസ് ടാക്സ്ഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഫേം ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ടാക്സ് ചെയ്യപ്പെടുക. ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ രജിസ്റ്റേർഡ് ആൻഡ് അൺരജിസ്റ്റേർഡ് ഫേം. അതായത് രജിസ്റ്റേർഡ് ഫേം എന്നോ അൺരജിസ്റ്റേർഡ് ഫേം എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ അവിടെ ഉണ്ടാവില്ല. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് ഫേം ടാക്സ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഫേമിൻ്റെ അസസ്മെൻറ്റ് നടക്കുക. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് എ ഫേം. സോ വൈൽ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം ഓഫ് എ ഫേം, ദ ഫോളോയിങ് പോയിന്റ്സ് ആർ ടു ബി നോട്ടഡ്. ഒരു ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 1. If a partner of a firm started a competitive business without the permission of other partners, any income derived from the business shall be included in the income of the firm. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒരു കോമ്പറ്റേറ്റീവ് ബിസിനസ് മറ്റ് പാർട്ട്നേഴ്സിൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ലഭ്യമായിട്ടുള്ള ഒരു ഇൻകം, ആ ഒരു ഇൻകം ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ് എന്താ ചെയ്യുക, അത് ഈ ഫേമിൻ്റെ ഇൻകം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ. 2. If there is any income of the firm even after its dissolution, such income shall be assessed in the hands of the firm. അതായത് ഫേം ചിലപ്പോൾ ഡിസൊല്യൂഷൻ നടക്കും, അതായത് സ്റ്റോപ്പ് ചെയ്യും, ഫേം സ്റ്റോപ്പ് ചെയ്യാണ്, അതിൻ്റെ എല്ലാ ബിസിനസ്സും സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ ഡിസൊല്യൂഷന് ശേഷവും ഏതെങ്കിലും തരത്തിലൊരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫേമിൻ്റെ ഇൻകം ആയിട്ട് തന്നെയാണ് അസസ് ചെയ്യപ്പെടുക. 3rd one, if the partners individually gift property of the firm to their wives, then income of such gifted property is accessible in the hands of the firm's name. അതായത് പാർട്ട്നേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഫേമിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഗിഫ്റ്റായിട്ട് അവരുടെ വൈഫ്സിന് കൊടുക്കുകയാണെങ്കിൽ, സ്പൗസിന് കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു വാല്യൂ ഫേമിൻ്റെ ഇൻകം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അങ്ങനെയാണ് അതിൻ്റെ ടാക്സ് ചെയ്യുക. ആ ഒരു പെർട്ടിക്കുലർ ഗിഫ്റ്റ് പ്രോപ്പർട്ടി അസസബിൾ ആവുന്നത് ഫേമിൻ്റെ നെയിമിൽ തന്നെ ആയിരിക്കും. 4th one, if there is any overriding title on the asset and income of the firm, the amount payable on account of such title will be deducted from the income of the firm. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഓവർ റൈഡിങ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ അടയ്ക്കുന്ന എന്തെങ്കിലും പേയബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫേമിൻ്റെ ഇൻകത്തിൽ നിന്ന് തന്നെയാണ് ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ. സോ ദ പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ഈസ് ഡിഡക്റ്റബിൾ. അതായത് പാർട്ട്നേഴ്സിന് പേ ചെയ്യുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ആദ്യം നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും ഫേമിൻ്റെ, അതിൽ നിന്നും ഡിഡക്ഷൻസ് കുറയ്ക്കും. ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 89G, 80GGC, 80IA, 80IC and 80JJA are permissible and the balance amount is the net income. ഫേമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും, അതിൽ നിന്ന് ഈ പറഞ്ഞ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും.
അപ്പോഴാണ് നമുക്ക് ഫേമിൻ്റെ നെറ്റ് ഇൻകം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. ദ കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻസ് ഫോർ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. ഇപ്പോൾ പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷനിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, റെമ്യൂണറേഷൻ ഷുഡ് ബി പെയ്ഡ് ടു എ വർക്കിംഗ് പാർട്ട്ണർ. ഒരു വർക്കിംഗ് പാർട്ട്ണർക്ക് മാത്രമേ, ഒരു ആക്റ്റീവ് പാർട്ട്ണർക്ക് മാത്രമേ റെമ്യൂണറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് റെമ്യൂണറേഷൻ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അതിനുള്ള അതോറൈസേഷൻ കിട്ടിയിട്ടുണ്ടാവണം. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൃത്യമായിട്ട് ആ റെമ്യൂണറേഷനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ആ ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടായിരിക്കണം. ദെൻ റെമ്യൂണറേഷൻ ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ടു പീരീഡ് പ്രയർ ടു പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ പീരീഡിന് മുമ്പേ ഉള്ള റെമ്യൂണറേഷൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആൻഡ് റെമ്യൂണറേഷൻ ഷുഡ് നോട്ട് ബി റിലേറ്റഡ് ടു, അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിന് തൊട്ട് മുമ്പേ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള റെമ്യൂണറേഷൻ ആണെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള റെമ്യൂണറേഷൻ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തില്ല, അതുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് ദ പെർമിസിബിൾ ലിമിറ്റ്. പെർമിസിബിൾ ലിമിറ്റിൽ നിന്ന് അത് കൂടാനും പാടില്ല. സെക്ഷൻ 40 സബ്സെക്ഷൻ ബി പ്രകാരം മാക്സിമൽ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ 1,50,000 ആണ്. ഇനി ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഓൺ ദ ഫസ്റ്റ് 3 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റ്, അതായത് ബുക്ക് പ്രോഫിറ്റിൻ്റെ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 3 ലക്ഷത്തിന് മുകളിൽ 1,50,000 രൂപയോ അല്ലെങ്കിൽ 90% ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് മോർ. ഇതിൽ ഏതാണോ വലുത്, 3 ലക്ഷം രൂപ നോക്കുകയാണെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 90%, 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തതിൽ ഏതാണോ വലിയ എമൗണ്ട് അതാണ് എടുക്കുക. ഇനി ഓൺ ദ ബാലൻസ് ഓഫ് ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷം കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് വരികയാണെങ്കിൽ ആ ബുക്ക് പ്രോഫിറ്റിൻ്റെ 60% പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻസിന് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക. കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഡിഡക്ഷൻസ് ഓഫ് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്. ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഷുഡ് റിലേറ്റ് ടു ദ പീരീഡ് ആഫ്റ്റർ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിന് ശേഷമുള്ള പീരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം അത്. ദെൻ എ ഫേം ക്യാൻ അലൗ ഇൻട്രസ്റ്റ് ടു എ പാർട്ട്ണർ അറ്റ് എ മാക്സിമം റേറ്റ് ഓഫ് 12%. ഒരു ഫേമിന് അലൗ ചെയ്യാനുള്ള മാക്സിമം ഇൻട്രസ്റ്റ് പാർട്ട്ണറിന് കൊടുക്കാനുള്ള മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. ഇനി അതിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് നോക്കുകയാണെങ്കിൽ എ ഫേം ഷാൽ പേ ടാക്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2013-14 അറ്റ് ദ ഫോളോയിങ് റേറ്റ്സ്. ഇനി പറയാൻ പോകുന്ന റേറ്റ്സ് 2013-14 അസസ്മെൻറ്റ് ഇയറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്ന്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A അത് വരുന്നത് 15%. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ 20%. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി ആണെങ്കിൽ 30%. പിന്നെ അതർ ഇൻകം ആണെങ്കിൽ 30%. എഡ്യൂക്കേഷൻ സെസ് 3%. സർചാർജസ് നില്ല. ഈ രീതിയിലാണ് അതിൻ്റെ റേറ്റ്സ് വരുന്നത്. അതൊന്ന് നോക്കിയിരിക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ, അനിൽ, ബാബു ആൻഡ് ചന്ദ്രൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:2:1. അനിലും ബാബുവും ചന്ദ്രനും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവരവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസസ് വീതം വയ്ക്കുന്ന റേഷ്യോ 2:2:1 എന്ന റേഷ്യോ ആണ്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇയർ എൻഡഡ് 31 March 2030. പെർട്ടിക്കുലേഴ്സ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ സൺഡ്രി ട്രേഡ് എക്സ്പെൻസസ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ റെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി ഓൺ ദ അതർ ഹാൻഡ് ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റും ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും തന്നിട്ടുണ്ട്. പിന്നെ സാലറിയും കമ്മീഷനും കൊടുത്തിട്ടുണ്ട് എക്സ്പെൻസ് ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ആൻഡ് ടാക്സബിൾ ഇൻകം ഓഫ് ദ പാർട്ട്നേഴ്സ്. ബാബു, ചന്ദ്രൻ ആ ബാബുവും ചന്ദ്രനും വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2013-14 ഹെഡിങ് കൊടുക്കുക. പെർട്ടിക്കുലേഴ്സും എമൗണ്ട് കോളവും കൊടുക്കാം. ഇപ്പം ഇന്നർ കോളംസ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാകുമ്പോൾ നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ സുഖമായിരിക്കും. ഓക്കെ,
ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ഇൻകം ഫ്രം ബിസിനസ് ആണ്. ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം ഒന്ന് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 4,44,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എടുത്തെഴുതും. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നോട്ട് അലൗഡ് ആയിട്ടുള്ള ഡിസലൗഡ് ആയിട്ടുള്ള ഐറ്റംസ് ആഡ് ചെയ്യുക. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ എക്സസ് ഓഫ് 12%. അത് എയുടേത് 2,000, ബിയുടേത് 1,000 ആൻഡ് സിയുടേത് 1,000. അത് നമുക്ക് അവരുടെ റേറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 2:2:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഒരു വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് 2 ആ ഒരു എമൗണ്ടിൽ എഴുതുമ്പോൾ 2,000, 1,000, 1,000 അങ്ങനെയാണ് മൊത്തം 4,000 എന്നുള്ള ആ ഒരു വാല്യൂയിലേക്ക് അത് എത്തിച്ചേരുന്നത്. ക്ലിയർ? ഓരോന്നിൻ്റെയും എമൗണ്ടിൻ്റെ ഇപ്പം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളതിൽ 26, 13 പിന്നെ 13,000. അപ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് വെച്ചിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ സാലറി ടു ബി 1,44,000, കമ്മീഷൻ ടു സി 72,000. അതെല്ലാം കൂടി കൂട്ടിയാൽ 2,20,000 ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അതിൽ നിന്ന് ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ ദിസ് ഹെഡിൽ വരുന്നത് ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 20,000, ബുക്ക് പ്രോഫിറ്റ് 6,44,000. അതിൽ നിന്ന് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് കുറയ്ക്കുക. അതെന്തൊക്കെയാണ്? 3,00,000-ന് 90%, ബാലൻസ് എമൗണ്ട് എടുക്കുക. ബാലൻസ് എമൗണ്ട് 3,44,000-ന് 60%, 2,06,640. അത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 4,76,640. അതും അതേപോലെ 2,16,000 നമ്മൾ കമ്പയർ ചെയ്യുക. ഏതാണ് ചെറുത് നോക്കുക. 2,16,000 ആണ് ചെറുത്. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 4,28,400 കിട്ടും. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് മാത്രമേ വരുന്നുള്ളൂ 20,000. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ അതൊന്ന് ചെയ്ത് നോക്കാം. ഓരോന്ന് ചെയ്ത് തന്നെ പഠിക്കണം. അത് കേട്ട് പഠിക്കുന്നതിൽ എത്രയോ എഫക്റ്റാണ് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ. ഓക്കെ, ചെയ്ത് പഠിച്ചാൽ തന്നെയുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, വേറൊരു ചോദ്യം നോക്കാം. A, B, C ആർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം വിത്ത് ഈക്വൽ റൈറ്റ്സ്. 1:1:1 എന്നാണ് അത് അവരുടെ റേഷ്യോ ഉദ്ദേശിക്കുന്നത്. ഈക്വൽ റൈറ്റ്സ് ആണ്. ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2013 തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് 1,99,500 ആണ്. ആഫ്റ്റർ ഡെബിറ്റിംഗ് ദ ഫോളോയിങ് ആസ് പെർ ഡീഡ്. ഈ കാര്യങ്ങളൊക്കെ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ബോണസ് ഉണ്ട് മിസ്റ്റർ സിക്ക് 30,000. സാലറി ഓഫ് മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി ആർ 40,000 and 30,000 respectively. And interest at the rate of 20% on Mr. A's capital 10,000. Commission to Mr. C rupees 10,000 and rupees 20,000 for the rent of business premises paid to Mr. B. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറയുന്നത്? ബുക്ക് പ്രോഫിറ്റും കണ്ടുപിടിക്കണം ആൻഡ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം for the assessment year 2013-14 assuming that there is a professional firm. അതെന്ന് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ ഫേമാണ്. എല്ലാവരും വർക്കിംഗ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആൻഡ് ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം എന്നുള്ള ഹെഡിങ് കൊടുക്കുക. പെർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം കൊടുക്കുക. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുള്ള 1,99,500 ആണ്. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതായത് സാലറി ഓഫ് മിസ്റ്റർ എ, സാലറി ഓഫ് മിസ്റ്റർ ബി, ബോണസ് ടു മിസ്റ്റർ സി, ഇൻട്രസ്റ്റ് ടു മിസ്റ്റർ എ ഇൻ എക്സസ് ഓഫ് 12% കാണാം. പിന്നെ കമ്മീഷൻ ടു മിസ്റ്റർ സി, റെൻറ്റ് ടു മിസ്റ്റർ ബി. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ എമൗണ്ട്സ് എഴുതുക. 40,000, 30,000, 4,000, 10,000 എഴുതി അത് ആഡ് ചെയ്ത് കിട്ടുന്ന 1,14,000 അവിടെ എഴുതാം. എന്നിട്ട് അത് എന്ത് ചെയ്യുക? 1,99,500 ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന 3,13,500 ആണ് ബുക്ക് പ്രോഫിറ്റ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കാനുണ്ട്. അതായത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ 90% ഓഫ് 3 lakh or rupees 1,40,000 whichever is more. അതിൻ്റെ 3,90,000 1,50,000 നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണ് വലുത്? 2,70,000 ആയിരിക്കും നമ്മൾ എടുക്കാം. പിന്നെ ബാലൻസ് എമൗണ്ട് 13,500-ൻ്റെ 60,000, 60% 8,100 രണ്ടും കൂടി ആഡ് ചെയ്യാം. 2,78,100. അതോ അല്ലെങ്കിൽ എമൗണ്ട് ആസ് പെർ ഡീഡ് വിച്ചെവർ ഈസ് ലെസ്. അതിൽ നോക്കുമ്പോൾ 1,10,000 ആണ് ചെറുത്. അപ്പോൾ ആ വാല്യൂ എടുക്കാം. അത് നമ്മൾ കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ? ഈ രീതിയിൽ ചെയ്ത് നോക്കാം.
ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കുക, കണ്ടീഷൻസ് മനസ്സിലാക്കുക, ഓരോരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.